നട്ടപ്പാതിരയ്ക്ക് നമ്മൾ പൊന്നാനി ജംഗ്ഷനിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. നമ്മൾ വന്ന ട്രെയിനാണ് ഈ കാണുന്നത്. അതില്ലേ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എത്ര കാണുന്ന എനിക്കറിയില്ല, കാണിച്ചു തരാം. പൊന്നാനി നഗരസഭ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ട്രെയിനിൻ്റെ രൂപമാണിത്. പൊന്നാനി ജംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലത്തിനാണ്. പലർക്കും മനസ്സിലായിട്ടുണ്ടാവും സ്ഥലം ഏതാണെന്നുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് കർമ്മ റോട്ടിലാണ്. നോമ്പ് തുറയൊക്കെ പ്രമാണിച്ച് ഇവിടെ കുറേ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ആദ്യം തന്നെ ഇവിടുത്തെ പാർക്കിലൊന്ന് കയറാം. പൊന്നാനി പഴയ പൊന്നാനി ഇല്ല കേട്ടാ. പൊന്നാനി നഗരസഭ അടിപൊളിയാക്കുന്നത്. നിള ടൂറിസം ഡെസ്റ്റിനേഷൻ്റെ ടേക്ക് എ ബ്രേക്കാണ് ഈ കാണുന്നത്. ഫുൾ സെറ്റാണ്. ചെറിയൊരു പാർക്ക് ഉണ്ടതിനകത്ത്. അതുപോലെ തന്നെ ഫുഡ് അടിക്കാനൊക്കെ ഉള്ള സെറ്റപ്പായിട്ടുള്ളൊരു നല്ല സ്ഥലം. ടോയ്ലറ്റ് ഫെസിലിറ്റിയും കാര്യങ്ങളും വാട്ടർ ATM ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഉള്ളിൽ കയറിയിട്ട് അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി പുറത്തിറങ്ങി ഫുഡൊക്കെ അടിച്ചിട്ട് അടിപൊളിയാക്കാം. ചാഞ്ഞ് കിടക്കുന്ന ഒരു മരത്തിൻ്റെ കൊമ്പാണ് അവർ ഈ ഒരു പാമ്പിൻ്റെ രൂപത്തിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇത് കാണുമ്പോൾ തന്നെ നല്ല രസം കിട്ടാം. വരണ്ട ചെറിയൊരു പാർക്കാണെങ്കിലും നല്ല നീറ്റും ക്ലീനായിട്ട് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കർമ്മ റോഡിൽ ഇഷ്ടം പോലെ കടകളാണ് കേട്ടോ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. രാത്രിയിലൊക്കെ ഇറങ്ങുകയാണെങ്കിൽ കുറേ ഫുഡൊക്കെ കഴിച്ച് പല വെറൈറ്റി ഫുഡുകൾ നമുക്ക് ഇവിടുന്ന് കഴിക്കാം. അത്തരത്തിലുള്ളൊരു ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പോണത്. കണ്ണൂർ കച്ച് സംഗതി പേര് പോലെ തന്നെ ഒരു വെറൈറ്റി സംഗതിയാണ്. ഇന്നത്തെ അപ്പം കച്ചും ചെത്തിയൊക്കെ നമ്മളാണ് ടേസ്റ്റ് ചെയ്യാൻ ആദ്യമായിട്ട് പോകുന്നത്. ആവണുള്ളതാണ്. രണ്ട് ടൈപ്പ് കച്ചാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കി തരുന്നത്. ഒന്ന് മാംഗോ കച്ചും അതുപോലെ ബേക്കറി കച്ചും. രണ്ടും എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടും ഓരോ പ്ലേറ്റ് പോരട്ടെ എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഉണ്ടാക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. മാങ്ങ കൊണ്ടുള്ളതാണ് ആദ്യം നമുക്ക് ഉണ്ടാക്കി തരുന്നത്. നല്ല മധുരമുള്ള മാങ്ങ ചെത്തിയിട്ട് അതിനകത്തേക്ക് ഒരു വെറൈറ്റി മസാല ചേർത്ത് മിക്സ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. കറുപുറു തിന്നണ കുറച്ച് ബേക്കറി സാധനങ്ങൾക്കകത്തേക്ക് ഈ ഒരു മസാല ചേർത്ത് കഴിഞ്ഞാൽ അത് ബേക്കറി കച്ചുമായി. മാങ്ങ നമ്മുടെ നാട്ടിൽ കഴിക്കാത്ത ഒരു വെറൈറ്റി ടേസ്റ്റ് ഉള്ള ഒരു സംഭവം തന്നെയാണ് ഈ കണ്ണൂർ കച്ച്. എല്ലാവർക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോളന്നില്ല, എന്നാലും ഞങ്ങൾക്ക് ഈ ഒരു സംഭവം നല്ല ഇഷ്ടമായി. നമ്മുടെ വീഡിയോ നമ്മളപ്പോൾ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം.